എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്നലെ കിച്ചുവിൻ്റെ ലൈവ് കണ്ടിരുന്നു. മിക്കവരും കണ്ടു കാണുമല്ലോ. അതിൽ കിച്ചുവിന് പേടിയുള്ളത് രേണു അവളെ കയറി പിടിച്ചു, അമ്മ അതും പറയാൻ മടിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണിനെ ഞാൻ പീഡിപ്പിച്ചോ എന്നും രേണുമ്മ പറയും. അതിൽ മാത്രമേ പേടിയുള്ളൂ, പറയാൻ സാധ്യതയുണ്ട് എന്നാണ് കുട്ടി പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കും. രേണു അതും അതിലപ്പുറവും പറയും. കാരണം രേണു ഇപ്പം സോഷ്യൽ മീഡിയയിൽ താരമാണ്. വീട്ടുകാരെയും മറ്റ് ബന്ധുക്കളെയും ഒന്നും തന്നെ വകവയ്ക്കാതെ പോകുന്ന കുറേ ആളുകളുണ്ട്, സ്ത്രീകളായും പുരുഷന്മാരായും. അവരൊക്കെയാണ് രേണുവിൻ്റെ കൂട്ട്. ഇപ്പം രേണു എവിടെ പോയാലും അവരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം കിച്ചു പറഞ്ഞതിൽ കുറേയൊക്കെ കാര്യങ്ങളില്ലേ, ആ കുട്ടി ചെറുതാകുമ്പോൾ മുതൽക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. സ്വന്തം അമ്മ നഷ്ടപ്പെട്ടപ്പോൾ വേറൊരാളെ അച്ഛൻ കൊണ്ടുവന്നു, അവർക്കും നോക്കാൻ വയ്യ. പിന്നീട് മൂന്നാമതൊരാളെ കൊണ്ടുവന്നു, അവർക്കും നോക്കാൻ വയ്യാന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തിയിലും സംഭാഷണങ്ങളിലും അതുണ്ടായിരുന്നു എന്ന് കിച്ചു പറയുമ്പോൾ, കിച്ചു ആണല്ലോ രേണുവിൻ്റെ കൂടെ കുറേ കാലമായിട്ട് താമസിച്ചാളും. നമ്മളെക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ അവർ പറയുന്നത് മീഡിയയിൽ കാണുമ്പോൾ അതിനെ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവം അവനുണ്ടായിട്ടുണ്ടാവും. ഇല്ല എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അനുഭവിച്ചവൻ തന്നെയാണല്ലോ വന്നിട്ട് പറയുന്നത്. അപ്പോൾ രേണു ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഷോർട്ട് മൂവിക്കും ആൽബത്തിൽ അഭിനയിക്കാനും ഇനാഗുറേഷനും ഒക്കെ ആയിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ 4-5 തവണയായിട്ട് പോയി. അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ 5 തവണ വിദേശത്ത് വന്നു, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്. ഇങ്ങനെയുള്ള ഈ ഉദ്ഘാടനങ്ങളും പ്രമോഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇനി നല്ല പൈസ കിട്ടും, അത്യാവശ്യത്തിനുള്ള പൈസയുണ്ട്. ഋതപ്പൻ വലുതായി വരുമ്പോൾ ഋതപ്പനും ഇനി ഇങ്ങനെ പ്രതികരിച്ചാൽ എന്ത് ചെയ്യും? അതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടായിരിക്കും രേണുവിൻ്റെ മകൻ ചിലപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് രേണു അല്പമെങ്കിലും ഒരു മാന്യതയോടുകൂടിയുള്ള വസ്ത്രധാരണത്തൊക്കെ ചെയ്ത്, മാന്യതയുള്ള വസ്ത്രധാരണവും ചെയ്ത് ആയിട്ട് സമ്പർക്കം കൂടിയാൽ രേണുവിനെ ആരും തള്ളി പറയുന്നില്ല. ഇപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ വരെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എന്താ തെറ്റ് ചെയ്ത്, എന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയായിരുന്നു രേണുവിൻ്റെ സംഭാഷണം. ഇന്നലെ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും, യൂട്യൂബർമാർ പറഞ്ഞാലും ഷഫീന ബീവി പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാൻ പൂർവാധിക ശക്തിയോടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആരെയും പേടിയില്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലും ചില സത്യങ്ങളുണ്ട്. നമുക്കാർക്കും ഒരാളെ നന്നാക്കാൻ പറ്റില്ല, പറയാൻ മാത്രം പറ്റും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ തന്നെയാണ് ഇതിട്ടിരിക്കുന്നത്. അവരിട്ടതിനെ എടുത്ത് നമ്മൾ പ്രതികരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം കിച്ചു ആണെങ്കിലും കിച്ചു ആ ഒരു വീഡിയോ ചെയ്തിട്ടതിൻ്റെ പേരിലാണ് ഷഫീന ബീവി ഒക്കെ പ്രതികരിച്ചത്. പിന്നെ ബാക്കി എല്ലാ യൂട്യൂബേഴ്സും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാളുടെ ജീവന് അപായമുണ്ടെന്നറിയുമ്പോൾ നമ്മൾ ആരായാലും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാവുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്ലവേഴ്സ് ഇപ്പോൾ കാശൊന്നും കൊടുക്കുന്നില്ല, പഠിത്തം നിർത്തിയിട്ട് അവൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അവൻ ജോലിക്ക് പോയാലേ ഉള്ളൂ അവനൊരു വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണുള്ളത്. അവൻ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം ആ കുട്ടിക്ക് നേടാൻ പറ്റട്ടെ. കിച്ചു ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ, ഒരുപാട് പേര് കിച്ചുവിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 24 അവർ കൊണ്ട് 1 മില്യൺ മേലെ കയറിയൊരു വീഡിയോ ആണ്. കിച്ചുവിൻ്റെ ചെറുപ്പം മുതലുണ്ടായിരുന്ന അനുഭവങ്ങളും അച്ഛൻ ഓരോ കല്യാണം കഴിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളും അവനുണ്ടായിരുന്ന വേദനകളും മാത്രമാണ് അവനവിടെ പങ്കുവെച്ചത്. രേണു നോക്കൂല ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. 3 സ്ത്രീകളെയും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മയെയും അച്ഛൻ്റെ 2ാം ഭാര്യ വീണ, 3ാമത് രേണു, എല്ലാവരെ പറ്റിയും ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്?
അവനുണ്ടായ ബുദ്ധിമുട്ട് അവൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അത് കാണുമ്പം നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കും. അപ്പോൾ ഓ ഇങ്ങനെ ആയിരുന്നോ, രേണു പറയുന്നത് പോലെ ഒന്നുമല്ല, കാര്യങ്ങളുടെ ഗൗരവം ഇങ്ങനെ ആയിരുന്നു എന്ന് എല്ലാവർക്കും തോന്നാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒരു ജോലി തേടി എടുക്കുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, ജോലി നേടുക, ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാവുക. ആ ശമ്പളം കൊണ്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം, ജോലിക്ക് പോകുന്നവർ പഠിക്കുന്നവരുണ്ട്. ജോലിക്ക് പോയി എന്ന് വെച്ചിട്ട് പഠിത്തം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജോലിക്ക് പോയി കൊണ്ട് തന്നെ ജോലിയില്ലാത്ത സമയങ്ങളിൽ പഠിച്ച് ട്യൂഷന് പോയിട്ടും എല്ലാം അവരും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിവില്ല എന്ന് നമ്മളുടെ തോന്നൽ മാത്രമാണ്. കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തുക, അത്രയാണ് ഇച്ചുവിനോട് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇനിയും അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പലരും അത് റിയാക്ട് ചെയ്യും. രേണുവിൻ്റെ വക പറയും. ആരിൽ നിന്നും ഒരു മോശം അനുഭവം വരാതിരിക്കട്ടെ. സ്വന്തം തൊഴിലിനെ അന്വേഷിച്ച് പോവുക. സ്വന്തമായി എന്ത് തൊഴിലാണോ ചെയ്യാൻ പറ്റുക ആ തൊഴിൽ നേടിയെടുക്കുക. അത് നേടിയെടുക്കാൻ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, കുറച്ച് ശ്രമിക്കേണ്ടി തന്നെ വരും. പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അമ്മയെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു, അത് മാത്രമാണ് തിരിച്ച് കിട്ടാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും തിരിച്ച് കിട്ടും.